മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ കമ്പനി എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL-ഉം തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാൻ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബംഗളൂരു യൂണിറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. CMRL-നോടും KSIDCയോടും വിശദീകരണം തേടിയെങ്കിലും മറുപടി തൃപ്തികരമായിരുന്നില്ല. തുടർന്നാണ് അന്വേഷണ തീരുമാനം. കൂട്ടുകച്ചവടം മാത്രമേ നടക്കൂ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. രാഷ്ട്രീയ പ്രേരിതം എന്നു തന്നെയാണ് CPM-ന്റെ പ്രതിരോധം. ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാനാകില്ല എന്ന BJP. കരിമണലിൽ കളങ്കമുണ്ടോ? അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമോ? നിയമലംഘനങ്ങൾ കണ്ടെത്തിയോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടുകച്ചവടമോ? ഈ ചോദ്യമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPM-ൽ നിന്ന് ശ്രീ SK സജീഷ്, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ SK സജീഷ്, കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ച ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം വന്നപ്പോൾ CPM-ന്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ വന്ന വിശദീകരണം എന്ന് പറയുന്നത് രണ്ടു കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നുള്ളതായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, അന്ന് അങ്ങ് ചർച്ചകളിൽ സജീവമായിരുന്നു. ഇപ്പോൾ അതിലൊരു അന്വേഷണം ഉണ്ടായിരിക്കുകയാണ്. വളരെ പ്രാഥമികമായ ഒരു അന്വേഷണം ഉണ്ടായി. അതിൽ ആക്ടിന്റെ വയലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കമ്പനികാര്യ വകുപ്പ്. രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ഇനി നിലനിൽക്കുമോ? പാർട്ടി അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മളേറെ നാൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ സമയത്തെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് 2019 മുതൽ ഏതാണ്ട് 4 വർഷക്കാലം എല്ലാ വശവും കേന്ദ്ര സർക്കാരിന് വേണ്ടി അന്വേഷിച്ചതാണ്. അങ്ങനെ അന്വേഷിച്ചിട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണയ്ക്കൊരു നോട്ടീസ് പോലും നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2023 ജൂണിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നതിന് ശേഷം ഇവിടെ അത് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച പലരുമുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ അത്തരത്തിലൊരു നോട്ടീസ് നൽകാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, അന്ന് അവരുടെ ഉത്തരവ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വശം കേൾക്കാതെയാണ് എന്ന കാര്യം നമുക്കറിയാം. നേരത്തെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ കൂടി ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കേട്ടുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് നമുക്കറിയാം. അത്തരത്തിൽ കേൾക്കുക പോലും ചെയ്യാതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJP-യുടെയും അവരുടെ ഘടകകക്ഷികളായിട്ടുള്ള പലരുടെയും എല്ലാം ആളുകൾ നിരന്തരമായി ഈ കേസ് എങ്ങനെയെങ്കിലും ഈ കൂടുതൽ ചർച്ച നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിയത്. ഇപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിൻ്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസിന് പോയി. ആ കേസിൻ്റെ ഭാഗമായി നോട്ടീസ് വന്നപ്പോൾ ചാടി പുറപ്പെട്ടുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് കമ്പനികാര്യ മന്ത്രാലയം തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു വിഷയം, ഇത്തരത്തിൽ ഏതെല്ലാം രീതിയിൽ ഇവർ അന്വേഷണം നടത്തുകയും കുപ്രചാരണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തിട്ടും ഏതെങ്കിലും രീതിയിലുള്ളൊരു നിയമ നടപടിയിലേക്ക് പോകാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. ഒരിക്കലും ഒരു കക്ഷിയെ കേൾക്കാതെ സ്വീകരിക്കുന്ന ഒരു വിധി പോലും വിധിയായി പരിഗണിക്കാൻ വേണ്ടി പോലും കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CMRL കമ്പനി അവരുടെ റെയ്ഡിൻ്റെ സമയത്ത് ചില ഉദ്യോഗസ്ഥർ കൊടുത്ത ചില മൊഴി മാത്രമാണ് ഞങ്ങൾക്ക് അതല്ല അഭിപ്രായം എന്ന സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ സത്യവാങ്മൂലം പോലും നൽകിയിട്ട് അത് പരിഗണിക്കാൻ പോലും തയ്യാറാകാതെ ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പേരുകൾ എഴുതി ചേർക്കുകയായിരുന്നു എന്നെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും നികുതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി അവർ അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അന്വേഷിക്കട്ടെ. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവർ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നു എന്ന് മാത്രം വിചാരിക്കുന്നു. ശരി, ശ്രീ SK സജീഷ്, എനിക്കൊരു ഉപചോദ്യമുണ്ട്, വളരെ ചുരുക്കി പറയണേ അതിന് മറുപടി. അതായത് ഈ ROC ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങ് ആദ്യം പറഞ്ഞതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് 4 വർഷം അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഒരു വിധിയായിരുന്നു, ഒരു തീരുമാനമായിട്ടാണ് പുറത്തുനിന്ന്, റിപ്പോർട്ടായിട്ടല്ല എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരുത്തി പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ അത് കേന്ദ്ര സർക്കാരിന് വേണ്ടി അന്വേഷിച്ചു എന്നുള്ളത് അങ്ങയുടെ രാഷ്ട്രീയ ആരോപണമാണ്. ഞാൻ ശ്രീ VP ശ്രീപത്മനാഭനോട് അത് ചോദിച്ചു കൊള്ളാം. എന്നിരുന്നാലും ഈ
രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ബാംഗ്ലൂർ യൂണിറ്റിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് കമ്പനി കാര്യ വകുപ്പിന് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ളൊരു വഴി മാത്രമായിരുന്നു എന്നാണ് CPM കരുതുന്നത്, അല്ലേ? ഇതെല്ലാം പ്ലാൻഡ് ആണ്. അല്ല, താങ്കൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ പറഞ്ഞു ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഉത്തരവ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഡർ എന്ന് പറയണമെങ്കിൽ, അതിനകത്ത് അത് ബാധിക്കുന്ന കക്ഷിക്ക് മാത്രമാണ് അത് ഓർഡർ ആവുന്നത്. കർത്ത ഈ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കർത്തയും അവരുടെ കമ്പനിക്കും അത് സ്വാഭാവികമായും ഓർഡറാണ്. എന്തുകൊണ്ടാണ്? അവരെ കേട്ടുകൊണ്ട് അവരുടെ നികുതി ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള അവരുടെ അഭ്യർത്ഥനയിൽ വന്ന ഓർഡറാണത്. അത് മറ്റൊരു കക്ഷിയെ ചേർത്തുകൊണ്ടുള്ളതല്ല. അതിൻ്റെ ഭാഗമായി അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കുകയും ഇവർക്ക് വേണ്ട ചില കാര്യങ്ങൾ അതിനിടയിൽ എഴുതി ചേർക്കുകയുമാണ് ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ചെയ്തത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. നമ്മൾ എക്സാലോജിക്കും വീണയുമായി ബന്ധപ്പെട്ട് ആ കാര്യം ഉയർത്തുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കേട്ടുകൊണ്ട് ഇറക്കിയ ഒരു ഓർഡറായി അത് പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. അത് പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഈ ROCയുടെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പനികാര്യ കോർപ്പറേഷൻ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഉപാധി മാത്രമാണ് എന്നാണ് CPM വിലയിരുത്തുന്നത്, അല്ലേ? മാധു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്തുടനീളം എന്തെല്ലാം അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളെയെല്ലാം എതിരാളികളായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് 4ാമത്തെ നോട്ടീസാണ് ഇപ്പോൾ ED നൽകിയിരിക്കുന്നത്. രാജ്യത്തുടനീളം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ വലിയ കാര്യത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കാണേണ്ടത്, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ഇതേ ഏജൻസികൾ ചോദ്യം ചെയ്യുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവരെ ഇരുത്തിക്കൊണ്ട് തയ്യാറാക്കുകയും ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിലടക്കുകയും എല്ലാം ചെയ്യുമ്പോൾ രാജ്യത്തുടനീളം ഇത്തരത്തിലാണ് സ്വീകരിക്കുന്ന നിലപാട് എന്ന് പൊതുവായി എല്ലാവരും പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, വാളയാർ ചുരത്തിനിപ്പുറം ഇതിനെയെല്ലാം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനും BJPയുടെ കൂടി സഹായത്തോടുകൂടി ഏതെല്ലാം രീതിയിൽ ഇവിടെ ഇതിനെയെല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇങ്ങനെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങൾ പലതും നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, അതായത് ഒറ്റ മിനിറ്റ് അല്ല, നിലപാട് ഒരു ഉപാധിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാണ് പാർട്ടി നിലപാടെന്നോ അല്ല എന്നാണ് പാർട്ടി നിലപാടെന്നോ പറയാൻ തീർന്ന പ്രശ്നമേ ഉള്ളൂ. രണ്ടാമത്തെ ഉപചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ കേട്ടില്ലേ? അങ്ങനെ പറയരുത്. അതൊരു ശരിയായ രീതിയല്ല. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, രാജ്യത്തുടനീളമുള്ള എല്ലാ അങ്ങനെ ഈ നാഷണൽ ഹെറാൾഡ് കേസ് വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രീ SK സജീഷിനോട് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അതെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ അല്ലല്ലോ ഇവിടെ. ആണ് എന്ന് പറയുന്നതോടൊപ്പം ആണ് എന്ന് സാധൂകരിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും, കേരളത്തിൽ നേരത്തെ നമുക്കറിയാം ഖുറാനിൽ സ്വർണം കടത്തിയതും ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയതും എല്ലാം ഈ ചർച്ച ചെയ്തത് ഇതുപോലെ മാധ്യമങ്ങളിൽ ഉന്നയിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതാണ് ഈ അന്വേഷണ ഏജൻസികളുടെ രീതി. ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ കേരളത്തിലെ വാളയാർ ചുരത്തിനിപ്പുറമുള്ള കോൺഗ്രസ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. അത് അവരുടെ പാപ്പരത്വം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ശരി. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നിപ്പോൾ CPMന്റെ നേതാക്കൾക്ക് ഈ സംസ്ഥാന നേതൃയോഗം നടക്കുന്ന സമയമാണ്. അവിടേക്ക് വരുമ്പോൾ AK ബാലൻ നമുക്കറിയാം ശക്തിയുക്തം വാദിച്ചു വന്ന നേതാവാണ്. P രാജീവ് വലിയ തോതിൽ പ്രതിരോധിച്ച നേതാവാണ്. EP ജയരാജൻ മാത്രമാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞു വെക്കുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചർച്ചയുടെ ഭാഗമായി നമ്മൾ സംസാരിച്ചാണെന്ന് തോന്നുന്നു. PM മുഹമ്മദ് റിയാസിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ അതൊരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ്, അത് വേണമെങ്കിൽ നമുക്കൊരു ഒന്ന് പേടിച്ചിരിക്കുന്നൊരു ഫോട്ടോ ഞാൻ നൽകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊടുക്കാൻ അതിനനുയോജ്യമായൊരു ഫോട്ടോ എന്ന്. ഇന്ന് പക്ഷേ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ടാമത് ഇതൊക്കെ ഒരുപാട് അന്വേഷണം കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷിച്ചതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല എന്നാണ്. CPMന്റെ ഏറ്റവും വലിയ പ്രതിരോധം അതുതന്നെയാണ്. അത് അദ്ദേഹം ആവർത്തിക്കുന്നത് ഒത്തുകളി എന്ന് വിചാരിച്ചിട്ടാണോ അതോ ഈ അന്വേഷണം കൊണ്ടും ഒരു കാര്യവും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അത് താങ്കൾ ചോദിക്കുന്നത് അറിവില്ലായ്മ മൂലമല്ല.
ഇവിടെ കേരളത്തിൽ ഇപ്പോൾ എസ്.കെ. സജീഷിനോട് അവരുടെ പാർട്ടിയുടെ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴെല്ലാം കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറയാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ തുടങ്ങിയിട്ട് ഈ വസ്തുതകളിലേക്ക് മടങ്ങി വരാം. ഇവിടെ എസൻസി ലെവലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം ആയതിനു ശേഷം ഇന്നും വരെ ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടേ ഇല്ല, വരാൻ അനുവദിക്കുന്നുമില്ല. അത് അവർ തമ്മിൽ ഒത്തുതീർപ്പാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ശരിയാണ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ BJP ഇതര സർക്കാരുകളെ ഒക്കെ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരെല്ലാം അത് രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടുന്നുണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഉൾപ്പെടെ ജയിലിലിട്ടിട്ടും ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസ് പോലും, സെക്രട്ടേറിയറ്റിൽ പോലും ഈ അന്വേഷണ ഏജൻസികൾ ഇതുവരെ കയറിയിട്ടില്ല. അതുപോലെ തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കരുവന്നൂർ ബാങ്കുമായിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിലൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും മറ്റ് BJP ഇതര സർക്കാരുകൾക്ക് എതിരെ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയമായ നിലപാടാണ്. അത് ശരിയെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടുള്ളതുമാണ്. മാത്രമല്ല BJP നേതാക്കന്മാർക്കെതിരെയുള്ള കേസും അങ്ങനെ തന്നെയാണ്. കൊടകര കുഴൽപ്പണ കേസായാലും, മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസായാലും, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസായാലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ വസ്തുതകളിലേക്ക് വരാം. അവിടെയാണ് BJP ഇതര ഗവൺമെൻറ്റുകളിൽ കേരള സർക്കാർ മാത്രം ഇതിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇനി ഞാൻ വസ്തുതയിലേക്ക് വരാം. ഇവിടെ നമ്മളിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ 2 മിനിറ്റ് എനിക്കിതിൻ്റെ പശ്ചാത്തലം പറയാൻ അനുവദിക്കണം. കാരണം നമുക്കറിയാം ഇവിടെ പറഞ്ഞതാണ്, എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഈ പറയുന്ന ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഭാഗമായിട്ട് ഇവർ കേട്ടില്ല എന്നുള്ളതാണ്. എന്തിനു കേൾക്കണം? ഇവിടെ കരിമണൽ കർത്തയുടെ കമ്പനി, കരിമണൽ കർത്തയുടെ മാത്രമല്ല 14% ഓഹരി KSIDCക്കാണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് 14% ഓഹരിയുള്ള ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയിലെ ഇൻകം ടാക്സ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ, പരിശോധനയിൽ കണ്ടെത്തിയത് അവിടെ അവരുടെ ചെലവുകൾ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു, അമിതമായി കാണിച്ചിരിക്കുന്നു. പല ഹെഡ് ഓഫ് അക്കൗണ്ട്സിലും ചെലവുകൾ കൂടി കാണിച്ചിരിക്കുന്നു. അത് ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല പരിശോധനകളും നടത്തിയപ്പോൾ ഏറ്റവും അവസാനം ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് വാങ്ങിയതിൻ്റെ ഭാഗമായി 1,72,000 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വന്തം പേരിലേക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലെ പേരിലേക്കും പ്രതിമാസം 3 ലക്ഷം രൂപ കമ്പനിയുടെ പേരിലേക്കും 5 ലക്ഷം രൂപ മകളുടെ പേരിലേക്കും ഉൾപ്പെടെ പ്രതിമാസം 8 ലക്ഷം രൂപ വീതം 1,72 ലക്ഷം രൂപ കൊടുത്തതായി കാണുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച്, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനെ സംബന്ധിച്ചും ഒക്കെയുള്ള തുകയുടെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ മെയിൻ്റനൻസും മാനേജ്മെൻറ്റും ഡെവലപ്മെൻറ്റും ഉൾപ്പെടെയുള്ള ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കി അവർ കൊടുത്ത റിപ്പോർട്ട്. എന്നാൽ അവിടെ ഉപയോഗിക്കുന്നത് ടാലിയും അതുപോലെ തന്നെ ഞാൻ വളരെ ബ്രീഫായി പറഞ്ഞു പോകണം, ടാലിയും അതുപോലെ തന്നെ MS ഓഫീസുമായി ബന്ധപ്പെട്ട 1-2 ഈ പർച്ചേസ് ചെയ്യുന്ന, നമ്മൾ ബൾക്കായി പർച്ചേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അല്ലാതെ അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ ഒരു കമ്പനിക്കും മറ്റൊരു കമ്പനിക്കും അവകാശവുമില്ല. എന്നിരിക്കെ പരസ്പരം ഒരു കരാറുണ്ടാക്കി ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ഒരു ഉപാധിയായി CMRലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നോക്കുകൂലിയായി പ്രതിമാസം ഇങ്ങനെ 8 ലക്ഷം രൂപ കമ്പനിയുടെ പേരിലും സ്വന്തം പേരിലുമായി 8 ലക്ഷം രൂപ വീതം കൊടുത്ത് 1,72 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് നൽകുന്നത്, ഇൻഡയറക്റ്റായി മുഖ്യമന്ത്രിക്ക് കൊടുക്കത്തക്ക രീതിയിൽ 1,72 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ് അവിടെ കണ്ടെത്തിയത്. അതിനെ സംബന്ധിച്ച് ആ കമ്പനിയോട് അന്വേഷിച്ചു. നിങ്ങൾ ഈ പറയുന്ന കമ്പനിയുമായി, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി CMRലിന് എന്തെങ്കിലും സാങ്കേതികമായ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ടെക്നിക്കൽ എക്സ്പേർട്സ്, ആ കമ്പനിയുടെ CMRലിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് വളരെ സ്പെസിഫിക്കായി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കമ്പനിയുമായി ഒരു സഹായവും ഒരു സഹകരണവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടാനുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, അതിനുശേഷം വേറെ ഒരു അഫിഡവിറ്റ് കൊടുത്തു. ശരിയാണ്, ആ കമ്പനിയുടെ തന്നെ ഉടമസ്ഥൻ ശ്രീ കാർത്ത അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തെങ്കിലും അത് ഈ പറയുന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അത് അംഗീകരിച്ചില്ല. കാരണം അവിടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ആ ടെക്നിക്കൽ എക്സ്പേർട്സ് തന്നെയാണ്. ആ കമ്പനിയുടെ ടെക്നിക്കൽ എക്സ്പേർട്സ് പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവും. ടാലിയും അതുപോലെ തന്നെ MS ഓഫീസും ഒക്കെ ഉപയോഗിക്കുന്നതിന് വീണയുടെ കമ്പനിക്ക് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല എന്ന് മിനിമം കോമൺ സെൻസ് ഉള്ള, മിനിമം ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉള്ള, നോഹ ഉള്ള ഒരാളും പറയില്ല. എന്നിരിക്കെ
ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഇവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ CMRന്റെ പ്രതികൾ ഹാജരാകുകയും അവരുടെ ഭാഗം, അവരുടെ ഇൻകം ടാക്സിന്റെ എക്സസ് എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചും അവരുടെ പിന്നെ ഇൻകം കുറച്ച് കാണിച്ചതിനെ സംബന്ധിച്ചുള്ള പരാതിയാണ്. അവരോട് ചോദിച്ചു, അതിന്മേൽ നടപടിയെടുത്തു. മറ്റേതെന്താ അറിയേണ്ടത്? ആ കമ്പനിക്ക് ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ വിതരണം ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ അവകാശമുണ്ടോ? ഇല്ല. എന്നാൽ അനധികൃതമായി ഇത്തരത്തിൽ പ്രതിമാസം 8 ലക്ഷം രൂപ വീതം വെച്ച് 1,72,00,000 രൂപ കൊടുത്തു. ഇതാണല്ലോ എൻ്റെ കണക്ക്. അവിടെ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന എക്സാലോജിനെ കേൾക്കണം എന്ന് പറയുന്നത്? ഇനി താങ്കൾ ആ അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ തിരിച്ച് മറുചോദ്യം, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പരാതി വരികയും പരാതി ഹൈക്കോടതി പരിഗണിക്കുകയും താങ്കൾ പറഞ്ഞതുപോലെ അതിനുശേഷം ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും പിന്നെ എന്താ പറയുന്നത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസുകളിൽ നിന്ന് അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ആ അന്വേഷണം നടത്തിയപ്പോൾ ഈ പറയുന്ന എക്സാലോജിക്കിനോട് ബാംഗ്ലൂരിൽ നിന്നുള്ള രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസിൽ നിന്നും വിശദീകരണം ചോദിച്ചിരുന്നല്ലോ. ആ വിശദീകരണം കൊടുത്തല്ലോ. അത് തൃപ്തികരമല്ല എന്നാണല്ലോ ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഓർഡറിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ആണല്ലോ. പിന്നെ എന്തിനാണ് ഇനി വിശദീകരണം ചോദിച്ചില്ല എന്ന് പറയുന്നത്? ആ വിശദീകരണം തൃപ്തികരമല്ലെന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 അംഗ സമിതിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എക്സാലോജിക്കിനോടും ഉണ്ട്. തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് നോക്കൂ. ബാംഗ്ലൂർ ഇത് കൊച്ചി, താങ്കൾ പറഞ്ഞത് കൊച്ചിയിലെ കമ്പനി ചോദിച്ചത് CMRനോടും KSIDCയോടുമാണ്. പക്ഷേ ബാംഗ്ലൂരിലെ കമ്പനി ചോദിച്ചത് എക്സാലോജിക്കിനോടാണ്. ഞാൻ അടുത്ത ചോദ്യം, ഇവിടെ ഇന്ന് ഏറ്റവും കാര്യമാത്ര പ്രസക്തമായി ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനോട് ഇതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ട് അവർ മറുപടി പോലും നൽകിയിട്ടില്ല എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്, ഈ ഓർഡറിൽ പറയുന്നത്. എന്തുകൊണ്ട് സംസ്ഥാനത്തിന് 14% ഷെയറുള്ള ഈ പറയുന്ന CMRലെ 14% ഷെയർ കേരള സർക്കാരിനായിരിക്കെ ഇത്തരത്തിൽ എക്സാജറേറ്റ് ചെയ്ത് എക്സ്പെൻഡിച്ചർ കാണിക്കുകയും ഇൻകം കുറച്ച് കാണിക്കുകയും ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു പരാതിയിൽ എന്തുകൊണ്ട് KSIDCയോട് വിശദീകരണം ചോദിച്ചിട്ട് KSIDC കൊടുത്തില്ല എന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇപ്പോഴും മറുപടി പറയാത്തത്? ഏറ്റവും പരമപ്രധാനമായി ഇതിനകത്ത് മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയല്ലേ? നോക്കൂ, ആ ഓർഡറിൻ്റെ 3ാമത്തെ പാരഗ്രാഫിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു, The reply is not furnished by Kerala State Industrial Development Corporation with respect to the notice issued by the ROC on the basis of the complaints. Why? എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങളുടെ കമ്പനി എക്സാലോജിക്കിനോട് ചോദിച്ചില്ല, ഞങ്ങൾക്ക് അവസരം തന്നില്ല എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാന സർക്കാരിനോട്, സർക്കാരിൻ്റെ ഉപകമ്പനിയായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള KSIDCയോട് ചോദിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല? എക്സാലോജിക്കിനോട് ചോദിച്ചിട്ട് എക്സാലോജിക്ക് മറുപടി കൊടുത്തല്ലോ. അത് തൃപ്തികരമല്ലേ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ബേസിലല്ലേ ഉത്തരവ് വന്നിരിക്കുന്നത്? അപ്പോൾ നിങ്ങളിങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഇത്തരത്തിൽ ഇല്ലാത്ത ജോലികൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ ബേസിസിൽ ഇത്തരത്തിൽ വെള്ളപ്പണമാക്കി മാറ്റുകയും അത് മുഖ്യമന്ത്രിയുടെ മകളിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ പോവുകയും ചെയ്തിരിക്കുമ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പ്രതികരണം കൂടി. ഇവിടെ എല്ലാ കാര്യത്തിലും ഭൂമിക്ക് കീഴിൽ നടക്കുന്ന എല്ലാ സംഭവത്തെ സംബന്ധിച്ച് സർക്കാർ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഓടി വന്ന് AK സെന്ററിൽ നിന്ന് പത്രസഭയിൽ നടത്തുന്നതാണല്ലോ ശ്രീ AK ബാലൻ. അദ്ദേഹത്തോട് ചോദിച്ചോ പറഞ്ഞ് ഞാൻ പഠിച്ചിട്ട് പറയാമെന്നാ അല്ലേ? P. രാജീവ് പറയുന്നത് എന്താണ്? പണ്ട് ഞാൻ കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ മറുപടിയായിട്ട് നിങ്ങൾ വാ, അപ്പം ഞാൻ പറയാമെന്നാണ്. ഇത്രയും ഗതികേട്. അതുപോലെ മുഹമ്മദ് റിയാസിന്റെ നിലപാട് എന്താണ്? മുഹമ്മദ് റിയാസ് എല്ലാത്തിനും പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കന്മാരെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ഇറങ്ങുന്ന മുഹമ്മദ് റിയാസിന്റെ നാവിറങ്ങിപ്പോയി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ ഡിഫൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ EP ജയരാജൻ അദ്ദേഹം എന്തും പറയും, അദ്ദേഹം മുഖ്യമന്ത്രിയെ എവിടെ പെടുത്താൻ പറ്റുമോ നോക്കി നിൽക്കാം. ശ്രീ ജ്യോതികുമാർ ചമക്കൽ, അതിനകത്ത് ഈ ഇവരുടെ CMRനോടും KSIDCയോടും നോട്ടീസ് അയച്ച് ചോദിച്ചു. അവർ രണ്ടുപേരും, ഒരാൾ കൊടുത്തിരിക്കുന്നത് വളരെ വേഗമായിട്ടുള്ള മറുപടിയാണ്. KSIDC മറുപടി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ബാംഗ്ലൂരിലെ ROC അന്വേഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് ഒന്ന് തിരുത്തി തരണേ. അന്വേഷിച്ചു, നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് അത് തിരുത്തിയാൽ മതി. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കേന്ദ്ര സർക്കാരിന് വേണ്ടി അന്വേഷണം നടത്തി റിപ്പോർട്ടെന്ന് CPM പറയുന്നു, വിധി പറയുന്നു. അതുപോരാതെ അടുത്തത് ROC യൂണിറ്റുകൾ കേന്ദ്ര സർക്കാരിനു വേണ്ടി ആണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും നടപടിയെടുക്കുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസികളെ കൊണ്ട്, ഏത് അന്വേഷണ ഏജൻസികളെയും കൊണ്ടുവന്ന് ഇത്തരത്തിൽ വിവാദമുണ്ടാക്കി കളം പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണോ? അല്ല, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. ഇന്ത്യയിലെ 100 കണക്കിന് ഇൻകം ടാക്സ് പേയ്സ് അവരുടെ അസസ്മെൻറ്റിലുണ്ടാകുന്ന തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കോടതി വ്യവഹാരത്തിലേക്ക് പോവാതെ രണ്ടു കൂട്ടരും സമ്മതിച്ചുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റിന് മുമ്പാകെ എത്തുന്നു. ഇപ്പോൾ കോടതിയിലൊക്കെ ചെയ്യും പോലെ, ലോക് അദാലത്ത് പോലെ
അവിടെ തന്നെ ഉള്ള ഒരു സെറ്റിൽമെൻറ്റ് സംവിധാനം അവിടേക്ക് പോകുന്നു. അവിടെ വെച്ച് പറഞ്ഞ് രണ്ട് കൂട്ടർക്കും കേൾക്കാനുള്ളത് കേട്ട് രണ്ട് കൂട്ടർക്കും തൃപ്തിയാവുന്ന രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നു. ആ തൃപ്തി ഇല്ലെങ്കിൽ അത് വീണ്ടും ലിറ്റിഗേഷനിലേക്ക്, കോടതി വ്യവഹാരത്തിലേക്ക് പോകും. ഇപ്പോൾ രണ്ട് കൂട്ടരും സമ്മതിച്ച് സെറ്റിൽ ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഉത്തരവ്. അല്ലാണ്ട് അത് കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ഉത്തരവൊന്നും അല്ല. സെറ്റിൽമെന്റ് ബോർഡ് അതോറിറ്റി അല്ല. ആണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്ന് ശ്രീ എസ് കെ സജീഷ് ആരോപിച്ചത്. ഒരു കൂട്ടരെ അല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 or 5 രാഷ്ട്രീയ നേതാക്കന്മാരെ പേരുണ്ട്. ഒരു പാർട്ടിയിൽപ്പെട്ടവരല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എന്ന് പറയപ്പെടാവുന്ന, കൃത്യമായ പേരൊന്നും കൊടുത്തിട്ടില്ല, പലതും ഇനീഷ്യലൊക്കെയാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കണ്ടറിയണം. 3 രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളുണ്ട്. പിന്നെ ഒരു കമ്പനിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു നേതാവിൻ്റെ ബന്ധുവിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവർ കൊടുത്ത പൈസയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവർക്ക് അവിടെ തർക്കമുണ്ടായിരുന്നെങ്കിൽ സെറ്റിൽമെൻറ്റിന് നിൽക്കണ്ട. ഇപ്പോൾ കോടതിയിൽ ലോക് അദാലത്തിലേക്ക് വിട്ടിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് നടക്കുന്നില്ലെങ്കിൽ വീണ്ടും അത് കോടതിയിലേക്ക് പോയിട്ട് അവിടെ ലിറ്റിഗേഷൻ നടക്കും. പക്ഷേ ലിറ്റിഗേഷൻ ഒഴിവാക്കാൻ വേണ്ടി പരസ്പരം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കക്ഷിയും ചേർന്ന് ഒരു പരസ്പര സമ്മതത്തോടുകൂടി സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പാകെ പോവുകയും അവിടെ പറയാനുള്ളത് പറയുകയും രണ്ട് കൂട്ടരെയും ഏതാണ്ട് ഒരു ചർച്ച നടത്തി രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരു സെറ്റിൽമെൻറ്റ് എത്തുന്നതാണ്. ആ സെറ്റിൽമെൻറ്റ് ബോർഡ് ചില ഉത്തരവുകൾ, പക്ഷേ ടാക്സ് ആയതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ പറയുന്നു. അവിടെ പിന്നെ അപ്പീലില്ല, അതിലൊരു അപ്പീലില്ല സെറ്റിൽമെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അതിൽ കേന്ദ്ര സർക്കാർ എന്ത് റോളാണ്? ഈ കമ്പനിക്ക് വേണമെങ്കിൽ, അതായത് കൊച്ചിൻ എന്താ പറയുക മിനറൽസിന് വേണമെങ്കിൽ ഒഴിവാവാമല്ലോ, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലിറ്റിഗേഷന് പോകാമല്ലോ. അവർ പോയില്ലല്ലോ. അപ്പോൾ അതിനൊന്നും കേന്ദ്ര സർക്കാരിന് യാതൊരു റോളുമില്ല. അത് നാട്ടിലെ കോടതിയിൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളുമില്ല. അപ്പോൾ അത് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്. അപ്പോൾ അതിൽ യാതൊരു റോളും കേന്ദ്ര സർക്കാരിനില്ല. പിന്നെ ഇപ്പോഴുണ്ടായ ഉത്തരവ് ഓൺ ദി ബേസിസ് ഓഫ് കംപ്ലൈൻ്റ് ആണ്. അതായത് പരാതികൾ പോയിട്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ 2 ഉദ്യോഗസ്ഥന്മാർ, കൊച്ചിയിലെ എറണാകുളത്തെ ഉദ്യോഗസ്ഥൻ ഈ ഖനന കമ്പനിക്കും അതുപോലെ തന്നെ KSIDCക്കെതിരെയും അന്വേഷണം നടത്തുകയും അവിടെ ബാംഗ്ലൂരുള്ള ആൾ ഈ എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തതിൽ ചില നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വയലേഷൻ ഓഫ് ലോ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഇവിടെ 2 കൂട്ടർക്കും നോട്ടീസ് അയച്ചതായിട്ടും ഒരാൾ കൊടുത്ത മറുപടി തൃപ്തികരമല്ലെന്നും മറ്റേയാൾ മറുപടി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിലും ഇവിടെ നടത്തിയ അന്വേഷണത്തിലും കുറേ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു വലിയ അതോറിറ്റി, 3 അംഗ അതോറിറ്റി, അവരെ ROC പോണ്ടിച്ചേരി, ഡെപ്യൂട്ടി ഡയറക്ടർ കർണാടക, ഇങ്ങനെയുള്ള കുറേ 3 പേർ, ആ 3 പേരെ വെച്ചിട്ട് ഒരു വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് അത് ഈ പാർട്ടികൾക്ക് അവർക്ക് നീതി കിട്ടും. കാരണം അവരെ വിളിച്ച് ചോദിക്കും, അവർക്ക് വിശദമായ കാര്യങ്ങൾ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് അഭിഭാഷകർ വെച്ച് ഹാജരാവാം, കോർപ്പറേറ്റ് ലോയേഴ്സിൻ്റെ സഹായം തേടാം, അവരെ വെച്ച് കേസ് നടത്താം, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറയാം, എഴുതി കൊടുക്കാനുള്ളത് എഴുതി കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ അവർക്ക് കൂടുതൽ നീതി കിട്ടാൻ പോവുകയാണ്. അവർക്ക് പറയാനുള്ളത് വിശദമായി കേൾക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി നടപ്പിലാക്കാൻ പോവുകയാണ്. അല്ലാണ്ട് ഈ കമ്പനി ലോ ബോർഡിന് ഇവരെയൊന്നും പിടിച്ച് ജയിലിലിടാനോ അറസ്റ്റ് ചെയ്യാനോ അധികാരമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിയമലംഘനം നടന്നതായി പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടോ എന്ന സാഹചര്യം കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു നീതിപൂർവമായ നടപടിയാണ്. ഇവരിപ്പോൾ പരാതി പറഞ്ഞല്ലോ, ഞങ്ങളെ കേട്ടില്ല എന്ന്. നിങ്ങളെ വിശദമായി കേൾക്കാൻ പോവുകയാണ്. അതിനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക, നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുക. സംഗ്രഹിക്കുന്നത്, അതായത് ഇവിടെ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ ആക്ടിന്റെ വയലേഷനും ഒഫൻസസും അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനി കാര്യ കോർപ്പറേഷൻ. ഇൻകം ടാക്സ് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്ന സമയത്ത് അതിന്റെ ഡിസിഷന്റെ ഭാഗമായി ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കേട്ടില്ല, എക്സാലോജിക്കിനെ കേട്ടില്ല, അങ്ങനെ കേൾക്കാതെ പറയുന്നൊരു വിധി ഞങ്ങൾക്ക് ബാധകമല്ല, വിധിയായി പോലും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. അതാ ഇവിടെ നാച്ചുറൽ ജസ്റ്റിസ് ആണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഇവിടെ വിശദമാക്കാൻ കഴിയും. ഒരു പത്രക്കുറിപ്പ് കൊണ്ട് പോലും വിശദീകരിക്കാൻ തയ്യാറാകാതിരുന്ന കാര്യത്തെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ വിശദീകരിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം, അതൊരു അവസരമായി കാണാവുന്നതാണല്ലോ.
മാധു, ഒരു കാര്യം, ഇവർ കുറേ സാങ്കേതികമായ കുറേ കാര്യങ്ങളാണ് രണ്ടുപേരും സംസാരിച്ചത്. അതുകൊണ്ട് ഒരല്പസമയം എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള സാഹചര്യം താങ്കൾ തരണം. ഒന്ന്, ഞാൻ ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യത്തിൽ തുടങ്ങാം, എന്നതിന് ശേഷം ജ്യോതികുമാർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു സംവിധാനമാണെന്നാണ്. ഇത് കോടതിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാരോ ഇരിക്കുന്ന സംവിധാനമല്ല. കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന 3 ഉദ്യോഗസ്ഥന്മാരാണ്, അവർ ചുമതലപ്പെടുത്തുന്ന, അവർക്കിഷ്ടമുള്ള 3 ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഈ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ആ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ എന്താണ് നടക്കുന്നത്? ഈ ഒരു കമ്പനി അടച്ച നികുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിൽ സെറ്റിൽമെൻറ്റിന് പോവുകയാണ്. ആ സെറ്റിൽമെൻറ്റ് എന്തിനാണ് സെറ്റിൽമെൻറ്റ്? ഈ പറഞ്ഞ CMRLന് വൻതോതിലുള്ള നികുതി പിഴ ചുമത്തി ആ പിഴ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ആ പിഴ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞവർ പോവുകയും അവരുടെ വൻതോതിലുള്ള പിഴ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് ആ റിപ്പോർട്ടിനകത്ത് എന്തുകൂടി ചേർക്കുകയാണ്? മറ്റ് കക്ഷികളുടെ പേര് കൂടി ചേർത്ത് അവരെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ്. അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അവസാനം മാത്രം പറയാം. പക്ഷെ പിഴ ഒഴിവാക്കി തീർച്ചയായും താങ്കൾ അവസാനം മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ അങ്ങനെ മനസ്സിലാക്കിക്കോ. പക്ഷെ എനിക്കിത് പറഞ്ഞ് എൻ്റെതായ രീതിയിൽ പോയേ പറ്റൂ, അതിലൊരു തർക്കവുമില്ല. താങ്കൾ അതിനിടയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ആദ്യമേ പറഞ്ഞു വെക്കുന്നു. അതായത് അതിൽ പേരുകൾ എഴുതി ചേർക്കുന്നു, അവരെ ആക്ഷേപത്തിൻ്റെ നിഴലിലാക്കുന്നു. ഇങ്ങനെയൊക്കെ അവർ സേവനം സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സേവനം നൽകിയില്ല എന്ന് പറയുന്നു. ഇവിടെ അത് തെറ്റായ രീതിയിൽ ഇവിടെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അവരെ കേട്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവരോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ സേവനം നൽകിയിട്ടുണ്ടോ എന്ന ചോദിക്കാതെ സേവനം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്ന 18-19 പേജുകളിൽ പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ശശിധരൻ കർത്ത കൊടുത്ത മൊഴി ഔദ്യോഗികമായി പിൻവലിച്ച മൊഴിയാണിത്. കാരണം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തുമ്പോൾ ആ റെയ്ഡിനിടയിൽ ഈ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച കാര്യങ്ങൾ വെച്ച് എഴുതി ചേർത്തതാണ്. പിന്നീട് വിശദമായ സത്യവാങ്മൂലം നൽകി. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സത്യവാങ്മൂലം നൽകുന്ന സാഹചര്യം ഉണ്ടായി. ആ സത്യവാങ്മൂലത്തെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഇതേ ഉത്തരവിൻ്റെ 19-ാം പേജിനകത്ത് വളരെ കൃത്യമായി തൻ്റെ കമ്പനി ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാറിന് തൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രയവിക്രയ പ്രവർത്തനങ്ങളിൽ ചുമതല മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കടലാസിനകത്തുള്ള ചില പേരുകൾ, ആ പേരുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ OC, RC, PV, KK എന്നെല്ലാം പറയുന്ന പേരുകൾ, ആ പേരുകളെ വ്യാഖ്യാനിക്കാനൊന്നും അദ്ദേഹത്തിന് ഒരു അറിവുമില്ല എന്ന് CMRLയുടെ MD തന്നെ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലത്തെ പരിഗണിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിനകത്ത് തന്നെയുണ്ട്. പിന്നെ അത് എടുത്ത് ആഘോഷിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച കേരളത്തിലെ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ശ്രീ രമേശ് ചെന്നിത്തല എന്നാണ്. ശ്രീ ജ്യോതികുമാർ അടുത്ത റൗണ്ടിൽ മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു കാര്യമുണ്ട്. CMRLന് എത്ര തുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല വാങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് പരാമർശമുള്ളതാണല്ലോ എത്ര തുക വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എത്ര തുകയാണ് വാങ്ങിയത്? വളരെ വ്യക്തമായി അടുത്ത റൗണ്ടിലെങ്കിലും താങ്കൾ പറയണം. 20,000-ൽ താഴെയെ വാങ്ങാൻ വേണ്ടി പറ്റൂ തുകയായിട്ടാണ് വാങ്ങാൻ വേണ്ടി പറ്റുമെന്നുണ്ട്. 20,000-ൽ കുറഞ്ഞ തുകയാണോ വാങ്ങിയിട്ടുള്ളത്? ഏത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കോൺഗ്രസ് അത് രേഖപ്പെടുത്തിയതിൻ്റെ രേഖ ഈ ചർച്ചയിലാവില്ലെങ്കിൽ അടുത്ത ചർച്ചയിലെങ്കിലും ആ രേഖ ഹാജരാക്കാൻ വേണ്ടി തയ്യാറാകുമോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായി. പിന്നെ മറ്റൊന്നുകൂടി, ഇവിടെ അദ്ദേഹം പരാമർശിച്ച പ്രധാനപ്പെട്ട ഇത് പരസ്പരമായിട്ടുള്ള ഒത്തുകളിയാണ് എന്ന് ജ്യോതികുമാർ പറഞ്ഞു പോവുകയാണ്. അതിന് അദ്ദേഹം പറയുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ലാവ്ലിൻ കേസ് എങ്ങനെയാണ് അതിൻ്റെ നാൾ വഴി? ഞാൻ ചുരുക്കി പറയാം. ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന കേസ് വിജിലൻസ് അന്വേഷിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. 2006-ലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പേയുള്ള അവസാനത്തെ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി എടുത്തിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അത് CBI അന്വേഷണത്തിന് വിടുന്നത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി കേരളത്തിൽ നടത്തിയ പത്രസമ്മേളനം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ പത്രസമ്മേളനം ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഉമ്മൻചാണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വിജിലൻസ് അന്വേഷിച്ചതിന് ശേഷം പിണറായി വിജയൻ അതിൽ പ്രതിയല്ല പിണറായി വിജയൻ
പിണറായി വിജയൻ പ്രതി അല്ലാഞ്ഞിട്ടും ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ഹം സബ് ചോർ ഹേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ CBIക്ക് വിട്ടു എന്നാണ്. ഹം സബ് ചോർ ഹേ എന്ന് മലയാളത്തിലെ മാധ്യമങ്ങൾ ഏതായാലും പറയില്ല. ഏതായാലും ഇവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് വിട്ടു. CBI അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ 2ാം UPA ഗവൺമെൻറ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്തോ? പിണറായി വിജയനെതിരായി നിലപാട് സ്വീകരിച്ചോ? CBI കോടതി ഉൾപ്പെടെ അവസാനം ആ കേസ് തള്ളിയത് എങ്ങനെയാണ്? പറയട്ടെ, അതൊക്കെ പറഞ്ഞു പോകണം. ഇവിടെ മറ്റുള്ളവരെ പറയാൻ അനുവദിക്കുമ്പോ പറയട്ടെ. അല്ല, പറയട്ടെ. മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെയാ മറുപടി ആവുക? മറുപടി ആവില്ല. മറുപടി പറഞ്ഞിട്ടില്ല. അതെന്താ പ്രത്യേകത? അതുകൂടി താങ്കൾ മനസ്സിലാക്കണം. അതായത് ചോദ്യം, ആക്ഷേപമെല്ലാം ചെറിയ വാക്കിൽ ഉന്നയിക്കാം. ആ ആക്ഷേപത്തിനുള്ള മറുപടി ഞാനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും ഇനി താങ്കളാണെങ്കിലും പറയുമ്പോൾ അതിന് ചില ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ 2-3 വാചകത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കുറെ കാലമായി പറയുന്നു. അപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞു സമയം തരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ താല്പര്യമുള്ളതെന്ന് വ്യക്തമാക്കിയതാണ്. ഞാൻ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇത് അതിദീർഘമാണെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ നിസ്സഹായമായി പോകും. ഇത് അതിദീർഘമല്ല. ലാവ്ലിൻ കേസ് ഒത്തുകളിയാണ് എന്ന് പറയുമ്പോ 35 തവണ മാറ്റിയെന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരിക്കലും കേസ് മാറ്റി വെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറയും. ഇവിടെ CBI കോടതി ഈ കേസ് പ്രതി ചേർക്കാൻ വേണ്ടി പറ്റില്ല പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതല്ലല്ലോ മറുപടി. അത് മാത്രമാണോ മറുപടി? അത് മാത്രമല്ല മറുപടി. അതിന്റെ കൂടെയുള്ള താങ്കൾ നേരത്തെ ഉപചോദ്യം ചോദിച്ചല്ലോ. ആ ഉപചോദ്യം പോലെ തന്നെ ചില മറുപടി കൂടിയുണ്ട്. നേരത്തെ ഇവിടെ മറ്റു ചില കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തേ താങ്കൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലേ? ജ്യോതികുമാറിന് മാത്രമുള്ള പ്രത്യേക പ്രിവിലേജ് ആണോ? എന്തു പറഞ്ഞു പോകാൻ? ഞാൻ പറയട്ടെ, അവസരമില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അവസരം തരാനുണ്ട്. അവസരമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ട്. ആ കാര്യത്തിലില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏറ്റവും ഹ്രസ്വമായ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ. അതിലൊരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ ചോദ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെടാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇടപെടണമായിരുന്നു. ഇവിടെ ലാവ്ലിൻ കേസ് കൊണ്ടുവന്നു, മറുപടി പറഞ്ഞിട്ടേ പോകൂ. ഒരു തർക്ക കാര്യത്തിലില്ല. അതിന് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കൃത്യമായ സമയമുണ്ട്. ആ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും സമയമൊക്കെ ഉണ്ട്. എല്ലാവർക്കും സമയം കിട്ടുകയും ചെയ്യും. എനിക്ക് ഇടപെടാതെ നിവൃത്തിയില്ല. അല്ലല്ല, ഞാൻ ശ്രീ SK സജീഷിനോട് ചോദിക്കുന്ന അതേ ചോദ്യമല്ല ശ്രീ VP ശ്രീപത്മനാഭനോടും അതേ ചോദ്യമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോടും ചോദിക്കുന്നത്. 3 ചോദ്യങ്ങൾക്ക് 3 ഉത്തരം വരും. ആ ഉത്തരത്തിന് എല്ലാത്തിനും മറുപടി പറഞ്ഞ് അതും അനന്തമായി പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയും പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ആദ്യമായല്ലോ അനന്തമായി പറഞ്ഞിട്ടില്ല. ശരി, അങ്ങ് 3 സെന്റൻസിൽ പൂർത്തീകരിക്കുന്നു പറയുന്നു. അങ്ങ് പറയൂ. പറയേണ്ടത് പറഞ്ഞിട്ടേ പോകാം. ശരി, അതെ ഞാൻ പറയുക. അതായത് ഒന്ന് കാണേണ്ടത്, ആ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിജിലൻസ് പ്രതിയല്ല എന്ന് പറഞ്ഞ കേസ് CBI കോടതി, ഹൈക്കോടതി എല്ലാം ഇതിൽ പ്രതി ചേർക്കാൻ പറ്റില്ല, വാദിക്കണമെന്നല്ല പറഞ്ഞ് പ്രതി പോലും ചേർക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തള്ളിയ കേസിനാണ് സുപ്രീം കോടതി പറഞ്ഞത് തെളിവ് ഹാജരാക്കുമെന്ന്. ഈ പറഞ്ഞ UPA കാലത്തുള്ള CBIയും ഇപ്പോഴുള്ള CBIയും എല്ലാം തെളിവിനായി ഓടി നടക്കുകയാണ്. തെളിവങ്ങ് കൊടുത്താൽ മതി. അത് കൊടുക്കുന്നില്ല. അതിന് പകരം ഇവിടെ പറയുകയാണ് ഒത്തുതീർപ്പാണെന്ന്. ആരൊത്തുതീർപ്പ്? എന്തേ ജ്യോതികുമാർ പറയാത്തത്? കൊടകര കുഴൽപ്പണ കേസിന്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു. ആരാ അന്വേഷിക്കുന്നത്? ഇപ്പൊ ED ആണ് അന്വേഷിക്കുന്നത്. എന്തേ അങ്ങ് മറന്നുപോയോ? ചോദിക്കപ്പുറത്തേക്ക് എന്തേ ED സുരേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കാത്തതെന്ന് കേരള പോലീസ് വൃത്തിക്ക് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ചേശ്വരം കേസ് ഉൾപ്പെടെയുള്ള കേസിനകത്ത് കൃത്യമായി സുരേന്ദ്രനോട് നേരിട്ട് ഹാജരാകാൻ ഉൾപ്പെടെ കോടതി പറയുന്ന നിലയിലേക്ക് ആ കേസ് എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ അന്വേഷിക്കുന്ന കേസാ. പിന്നെ ജ്യോതികുമാറിന് അറിയണമെങ്കിൽ സുരേന്ദ്രന്റെ മകന്റെ നിയമനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്. ഒറ്റ അക്ഷരം കേരളത്തിലെ കോൺഗ്രസ്സുകാർ മിണ്ടിയിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടേതായ ചില രീതികളുണ്ട്. ആ രീതി അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ടാലിയാണ്, MS ഓഫീസ് ആണുള്ളത് എന്ന്. ഇതൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുകയല്ലാതെ വളരെ കൃത്യമായി ആ കമ്പനിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെയല്ല എന്നുള്ളത് ഏത് ഓഫീസിൽ ഇപ്പോ MS ഓഫീസും കാര്യം വെച്ച് പോകുന്ന സോഫ്റ്റ്വെയർ വെച്ച് പോകുന്ന ഏത് ഓഫീസാണ് കേരളത്തിലുള്ളത്? SK സജീഷ്, അതങ്ങ് ഈ പറയുന്ന 8:30 വരെ പ്രസംഗ രൂപേണ മുന്നോട്ട് പോകരുത് കേട്ടോ. ഒരു ചർച്ച സമാധാനപരമായി കാര്യങ്ങൾ പറയാനുള്ളത് അവസാനിപ്പിച്ചു പോകാമെന്ന നിലപാടെടുക്കുന്ന സമയത്ത് അത് ഒരു ഫുൾ സ്റ്റോപ്പും കുത്തും കോമയില്ലാതെ പോകുക എന്ന് പറയുന്നത് കഷ്ടമാണ്. ആ നിലപാടങ്ങ് സ്വീകരിക്കരുത്. ഞാൻ ശ്രീ SK സജീഷിനോട് ചോദിച്ചത്
എക്സാലോജിക്കിനും ടി വീണയ്ക്കും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണാവുന്നതല്ലേ? നിങ്ങൾ അവസരം കിട്ടിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലേ എന്ന് ശ്രീ വി പി ശ്രീപത്മനാഭനും ആ ചോദ്യം ചോദിച്ചു. അങ്ങ് അതിദീർഘമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഇത്രയും വരികൾക്കിടയിൽ എവിടെയെങ്കിലും ആ കാര്യത്തിനൊരു ഒറ്റ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ഈ സ്വീകരിച്ച നിലപാടിന് എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണം ഉണ്ടാകുമായിരുന്നു. ശ്രീ എസ് കെ സജീഷ്, അത് ഉണ്ടായില്ല എന്നത് ഞാൻ ഖേദപൂർവ്വം അയ്യോ വേണ്ട അങ്ങനെ പറയല്ലേ. അല്ലല്ല, അങ്ങേക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം പറയാൻ 10 മിനിറ്റ്, ചോദിക്കാത്ത ചോദ്യം പറയാൻ 10 മിനിറ്റ് മറ്റു രണ്ട് അതിഥികളോട് ഞാൻ എന്ത് ചോദിക്കും? അതോ ശരി നമസ്കാരം പറഞ്ഞിട്ട് ശരി നന്ദി പറഞ്ഞു വരണോ? അതെങ്ങനെയാണ് അതെന്ത് ജനാധിപത്യമാണ്? എനിക്ക് മനസ്സിലാവില്ല. എനിക്കതിൽ കടുത്ത എതിർപ്പും വിയോജിപ്പും ഉണ്ട്. ഞാനത് രേഖപ്പെടുത്തി മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ശ്രീ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു വാക്കിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഇതാ മറുപടി ഇനി പറയേണ്ടതില്ല എന്നത് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥന രൂപേണ മുന്നോട്ട് വെക്കാണ്. മറ്റു അതിഥികളെ ഞാൻ സംസാരിക്കാനാണല്ലോ ക്ഷണിച്ചു വെച്ചത്. അപമാനിച്ചു പോകാൻ കഴിയില്ലല്ലോ. ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ 51-ാമത്തെ പേജിൽ ശരി ഞാൻ ആലോചിച്ചു തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ എസ് കെ സജീഷ്, ഈ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല 51-ാമത്തെ പേജിൽ ഡിസിഷനിൽ പറയുന്നത് അതിന്റെ അവസാനത്തെ 2 വരികൾ ഞാൻ വായിക്കാം. അത് അങ്ങയുടെ മുന്നിൽ ആ വിധി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങേക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ടാകും, പ്രേക്ഷകർക്കും ഉണ്ടാകും. ഈ 1,72,00,000 രൂപ ഡസ് നോട്ട് ക്വാളിഫൈ ആസ് ബിസിനസ് എക്സ്പെൻഡിച്ചർ ആൻഡ് അക്കോർഡിംഗ്ലി സ്റ്റാൻഡ്സ് ഡിസലൗഡ് ആസ് ഫോളോസ് എന്ന് പറയുന്ന ഡിസിഷൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ CMRLന് നികുതി ഇളവ് കൊടുക്കുന്നതാകുന്നത് എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോളൂ. നികുതി ഇളവ് കൊടുത്തു എന്ന് ശ്രീ എസ് കെ സജീഷ് പറയുന്നത് അങ്ങ് കേട്ട് കാണും. ഞാൻ അതിലേക്ക് വരാം. ഞാൻ നോക്കുകയായിരുന്നു. 10 മിനിറ്റും 56 സെക്കൻഡുമാണ് താങ്കൾ ഈ എസ് കെ സജീഷിന് കൊടുത്തത്. അത് കൊടുക്കുകയല്ല, പിടിച്ചു വാങ്ങുകയാണ്. ഇനി താങ്കൾ കൊടുത്തില്ലെങ്കിൽ താങ്കൾക്കെതിരെ ചിലപ്പോൾ കേസും വന്നേക്കാം. ഏതായാലും ഞാനത് കൃത്യമായി നോക്കുകയായിരുന്നു യൂട്യൂബിൽ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. SNC ലാബിനെ സംബന്ധിച്ചൊക്കെ ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ നോക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതിനുശേഷം എങ്ങനെയാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റിലേക്ക് മാറ്റിയത് എന്നതിനെ സംബന്ധിച്ച് നോക്കണം. ഒരു എഗ്രിമെന്റും MOU എങ്ങനെയാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് അല്ല താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്ന ആളല്ലേ. ഒന്ന് നിർത്ത്. 15 മിനിറ്റ് ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ ഒറ്റ അക്ഷരം ഞാൻ ആ വിഷയത്തിൽ ഒരു സമയത്തോടെ ഇടപെട്ടിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് ഞാൻ ഒരു ഘട്ടത്തിലോട്ടില്ല. ഞാൻ എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ മാധവനോട് വിജിലൻസ് കാണാതെ പോയോ എന്നാണ് ചോദ്യം. താങ്കളുടെ ചോദ്യം ഞാൻ എന്ത് പറഞ്ഞു ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായി? ഞാൻ എന്ത് പറഞ്ഞു ഞാൻ തീരുമാനിക്കും. ഞാൻ താങ്കളുടെ ചർച്ചയിനകത്ത് ഒരു ഘട്ടത്തിലൂടെ ഇട്ടിട്ടില്ല. മര്യാദയ്ക്ക് കേൾക്കണം ചർച്ച. നിരന്തരമായി ഇങ്ങനെ വന്ന് അഭ്യാസം കാണിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ SNC ലാബിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞു, ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു, കരുവന്നൂരിലെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, കൊടകര അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വന്നപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞത് എന്താ? അസംബ്ലിയിൽ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ വാദിയായിട്ടുള്ളൂ, പിന്നീട് സാക്ഷിയായിട്ടുള്ളൂ, സാക്ഷി സ്ഥാനത്ത് നിന്നും പ്രതിയാകുന്നതിന് വലിയ സമയമൊന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എങ്ങും എത്തിയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനത് നിങ്ങൾ തമ്മിൽ ഒത്തുകളിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് മാത്രം നിന്നുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഇന്റർനെം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് ഞങ്ങളുടെ ഭാഗം കേട്ടില്ല എന്ന് പറയുമ്പോൾ തിരിച്ചൊറ്റ ചോദ്യം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഭാഗം കേൾക്കാതെ പോയിട്ടുണ്ട്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതുവരെ ഏതെങ്കിലും കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ആർജവത്തോടുകൂടി മുഖ്യമന്ത്രിക്കോ മകൾക്കോ മരുമകനോ അല്ലെങ്കിൽ സജീഷിനോ അതിനെക്കുറിച്ച് പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഈ നിമിഷം വരെ നിയമ നടപടി സ്വീകരിച്ചില്ല? ആരുടെ വീഴ്ച? ഞങ്ങളുടെ കുഴപ്പമാണോ? അപ്പോൾ വസ്തുതകളെ വസ്തുക്കളായി തന്നെ കാണണം. ഇനി സേവനം നൽകിയിട്ടില്ല എന്നങ്ങ് പറഞ്ഞു പോവുകയാണെന്നാണ് പറഞ്ഞത്. ഈ കേരളത്തിലുള്ളവരെല്ലാം വെറും മണ്ടന്മാരാണെന്ന് LDF-കാർ കരുതരുത്. ഇവിടെ എന്താ ഈ കമ്പനി കൊടുത്തുള്ള സേവ? എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത്? ഡെവലപ്മെന്റ്, ഒരു പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഏത് സോഫ്റ്റ്വെയറാ? MS ഓഫീസിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ടാലിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ എന്താണ്? പവർ ബിൽഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണോ MS ഓഫീസിന്റെയും അതുപോലെ ടാലിയുടെയും പവർ ബിൽഡിന്റെയും ഒക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എക്സാലോജിക്കിന്റെ കമ്പനിയിലാണോ? അത്രയ്ക്ക് വിവരം കെട്ടവരാണോ മലയാളികൾ? അപ്പോൾ അത്തരത്തിലുള്ള MS ഓഫീസിന്റെ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എക്സാലോജിക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി കരാർ ഒപ്പിടുന്നു. എന്താ കരാറ്? ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, മാനേജ്മെന്റ്. ഈ 3 മേഖലയിലും ഈ പറയുന്ന സോഫ്റ്റ്വെയറുമായി ഈ എക്സാലോജിക്കിന് പുലബന്ധം പോലുമില്ല. അത് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അതിനെ സംബന്ധിച്ച്, സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചോ അല്ലെ ആ മേഖലയിലുള്ളതിനെ സംബന്ധിച്ചോ ABCD അറിയാവുന്നവർക്കറിയാം. അങ്ങനെ ഇരിക്കെ
അങ്ങനെ ഇരിക്കെ ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റിന്റെ ബേസിസിൽ ഈ കോടികൾ 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തത് ചെയ്യാത്ത ജോലിയുടെ പേരിൽ നോക്കുകൂലിയായിട്ടാണ്. അതിന് ആരുടെ സഹായം വേണ്ട മനസ്സിലാക്കാൻ? അതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വിവരക്കേട് ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാർ എവിടെയെങ്കിലും പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരാളും അത് ചെയ്യില്ല. അതിന് ഏത് കോടതി പറഞ്ഞാലും ഉൾക്കൊള്ളില്ല. അങ്ങനെ കോടതി പറയുകയുമില്ല. ഇനി ഞാൻ വാങ്ങി എന്ന് ശ്രീ രമേശ് ചെന്നിത്തല സംബന്ധിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങി എന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സംബന്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് അവരെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞു അന്നത്തെ ചുമതലപ്പെടുത്തിയിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ഉമ്മൻചാണ്ടിയുമായിരുന്നു. അവരൊക്കെ വാങ്ങിയിട്ടുണ്ട്, അവരൊക്കെ പാർട്ടിയുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അവർ എത്രയാണ് വാങ്ങിയത്, എവിടെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി പറയും. കഴിഞ്ഞ തിരിച്ച് ഞാനും ചോദിക്കട്ടെ, പറയാനുള്ള ആർജവം രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, PV എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി, PV എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി പിണറായി വിജയന് മാത്രമേ കാണൂ. PV എന്നാൽ പിന്നെ ആരാണ്? എത്ര വാങ്ങി എന്ന് പറയൂ. ഞാൻ താങ്കളുടെ സമയം ഞങ്ങൾ എത്ര വാങ്ങി ഈ ചർച്ചയിൽ പറഞ്ഞു, വാങ്ങി എന്ന് പറഞ്ഞു. എത്രയാണ് വാങ്ങിയത്, എവിടെയാണ് അക്കൗണ്ട് ചെയ്തത്? നിങ്ങളുടെ ഏത് ഇലക്ഷന്റെ അക്കൗണ്ടിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്? പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കും. ആദ്യം പറയൂ, അങ്ങനെയല്ലേ പറയുക? ഞാൻ എന്ത് പറയണം ഞാൻ തീരുമാനിക്കാം. താങ്കൾ പറഞ്ഞ വിവരക്കേടുകളൊക്കെ കേട്ടോണ്ടിരുന്ന വിവരക്കേട് എന്നുള്ള പദം വായിലുണ്ട് എന്ന് കരുതി പറയുന്നതിന് എല്ലാത്തിനും ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. താങ്കളും പറഞ്ഞു എത്രയാണെന്ന് പറയൂ, എത്രയാണെന്ന് പറയൂ. തർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ്. ശ്രീ SK സജീഷ് അങ്ങ് തുടർച്ചയായി സംസാരിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഊഴം വരികയാണ്. ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഈ കമ്പനികാര്യ കോർപ്പറേഷന്റെ വിധിയും അന്വേഷണ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ അതിനിടയ്ക്ക് ലാവ്ലിൻ പറഞ്ഞു ശരി, കാര്യങ്ങൾ പറയും. അതിനിടയ്ക്ക് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി വന്ന കാര്യങ്ങൾ പറഞ്ഞു ശരി, കാര്യങ്ങൾ പറയും. പക്ഷേ ചോദിക്കുന്ന ഒരു കാര്യത്തിനും ഉത്തരം പറയാതെ മറ്റു കാര്യങ്ങൾ പോയി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതില്ലേ? ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിൽ പെട്ടതാണ്. താങ്കൾ ലാവൻ കേസ് ഇതിൽ പെട്ടതല്ല. ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഇതിൽ പെട്ടതാണ്. നമ്മൾ ചർച്ച സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ ഒരുപാട് ചുരുക്ക പേരുകളുണ്ട്. അത് ചിലർ അംഗീകരിക്കുകയും ചിലർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളോ വാർത്താ സമ്മേളനം പറയട്ടെ. കുമാർ പറഞ്ഞിരിക്കുന്നു ആ തുകയൊന്ന് കേൾക്കാൻ ഈ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവില്ലേ? ഇവിടെ ഈ ചർച്ചയിൽ സംബന്ധിച്ച സംബന്ധിച്ച തുക എത്രയെന്ന് ഇവിടെ കേൾക്കാൻ താല്പര്യമില്ലേ? അതൊന്ന് പറഞ്ഞോട്ടെ. മാധു പറഞ്ഞോ? നിങ്ങൾ ഈ പറയുന്ന ചർച്ചയുടെ പ്ലാറ്റ്ഫോമിന് പുറത്ത് നിങ്ങൾക്ക് ഉന്നയിക്കാനും ചോദ്യം ചോദിക്കാനും വിവാദം ഉണ്ടാക്കാനും രാഷ്ട്രീയ മറുപടി പറയാനും ഇടമുണ്ടല്ലോ. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കാണാൻ സമ്മതിച്ചതല്ലേ? ഞങ്ങൾ ആരും അടിച്ചേൽപ്പിച്ചതല്ലോ. താങ്കൾ ക്ഷമയോടി കേൾക്കൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കൂ. രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് അവർക്ക് കിട്ടിയ തുക അവർ വസൂലാക്കിയിട്ടുണ്ട്. അതിന് അവർ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് താങ്കൾ ആദ്യം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ PV പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ അത് മാത്രമല്ല ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് വന്നുള്ള ജഡ്ജ്മെന്റുകളിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ഒരു ഉന്നതന്റെ ബേസിസിൽ ഈ പറയുന്ന വീണ തൈക്കൊണ്ടിയുടെ കമ്പനിക്ക് അമിതമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയനാണ്. ഞാൻ പിണറായി വിജയൻ PV എന്നാൽ ഞാനല്ല എൻ്റെ പേര് PV എന്നല്ല, പിണറായി വിജയൻ എന്നല്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി PV ആരാണെന്ന് മുഖ്യമന്ത്രി പറയട്ടെ. ഞാനല്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ ആർജവമുണ്ടോ? നിയമസഭയിൽ പറയും. അതിന് പുറത്ത് പറയുമോ? പിണറായി വിജയൻ PV എന്നാൽ പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ പോലും അതുപോലും അംഗീകരിക്കാത്ത ഒരാളുടെ പ്രതിനിധി വന്നിരുന്നിട്ട് ഞങ്ങൾ എത്ര ഫണ്ട് മേടിച്ചു, ആ ഫണ്ടിനെ സംബന്ധിച്ച് KPCL അക്കൗണ്ട് ഉണ്ട്, ആ ഫണ്ടിനെ സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണ ഏജൻസി വന്നാൽ ഞങ്ങൾ കൊടുക്കാം, ആ ഫണ്ടിനെ സംബന്ധിച്ച് ആരന്വേഷിച്ചാലും അന്വേഷണ ഏജൻസികളിൽ വന്നാൽ കൊടുക്കാം. പക്ഷേ തിരിച്ച് അത്തരത്തിൽ ഞങ്ങൾ മധു ഞാൻ പറയട്ടെ, അത്തരത്തിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യാമോ? ഞങ്ങൾ ചോദിക്കുന്നത് ഉൾപ്പെടെ കഴിയില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരുടെ മുമ്പിലാണോ അറിയിക്കേണ്ടത് അവിടെ ഞങ്ങൾ അറിയിക്കും. നിങ്ങളുടെ ഫണ്ട് വന്നിട്ടില്ല ആരും പറയാം. ആക്ഷേപത്തിന് ടാക്സ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കള്ളപ്പണമല്ല, നിങ്ങൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്.
കേക്ക് സതീഷ്, കൃത്യമാണ്. എന്റെ അവസരം സേവനം കിട്ടുകയും നിങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല. കാരണം എന്ന പിണറായി വിജയൻ മേടിച്ച ഫണ്ട് ക്ലിഫ് ഹൗസിൽ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോയത്. പിണറായി വിജയൻ ഫണ്ട് വാങ്ങിച്ചിട്ടില്ല, ഒരു ഫണ്ടും വാങ്ങിച്ചിട്ടില്ല, ഒരു ഫണ്ടും വാങ്ങിച്ചിട്ടില്ല. നിങ്ങളാണ് സ്വയം സമ്മതിക്കുന്നത്. അപ്പൊ എത്രയാണെന്ന് പറയേ, എത്രയാണെന്ന് പറയേ. പറയാനാ സജീഷേ, നിങ്ങളെയൊക്കെ ഓർത്ത് ഒരു നിങ്ങളോട് പറയേ, പിണറായി ഇതൊക്കെ പറയണ്ടേ? രേഖയുള്ള കാര്യമല്ലേ, പറഞ്ഞൂടെ? നിങ്ങളെ പോലെ തന്നെ ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥിയാണ്. അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം കൂടി കൊടുക്കാന്ന് പറയുന്നത് കുറച്ചൊക്കെ ജനാധിപത്യവും സ്വാഭാവിക മര്യാദയുമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. വി പി ശ്രീപത്മനാഭൻ, ഈ ROCയുടെ അന്വേഷണ ശുപാർശ വരുന്ന സമയത്തും ഇപ്പോൾ കമ്പനികാര്യ കോർപ്പറേഷൻ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്തും കൃത്യമായി അത് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് LDF തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. LDFിന്റെ കൺവീനർ സംശയലേശം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപുള്ള അന്വേഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഇതിൽ കൃത്യമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം പ്രകടമാണ് എന്നുള്ള പ്രതിരോധം ആദ്യം തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ എന്തു തീരുമാനം വന്നാലും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ. അല്ല, അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. DMKയുടെ ഒരു മന്ത്രി ജയിലിലാണ്, ഒരു മന്ത്രി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരും പറയുന്നത് ഇത് രാഷ്ട്രീയമാണെന്ന്. കോടതി ശിക്ഷിച്ചതിൽ BJPക്ക് എന്ത് റോളാണുള്ളത്? മനീഷ് സിസോഡിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതിയാണ്. അന്ന് പറഞ്ഞത് രാഷ്ട്രീയമാണെന്നാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ ആർഗ്യൂ ചെയ്യുമ്പോൾ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു, ഈ കേസ് ട്രയൽ കോടതിയിൽ പോയാൽ 10 മിനിറ്റ് തള്ളിപ്പോകില്ലേ? അതിവിടെ വലിയ ആഘോഷമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേ സുപ്രീം കോടതി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയും കൊണ്ട് പറഞ്ഞു 338 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതായി പ്രൈമാ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന്. ഇപ്പോൾ ഇതിപ്പോൾ എത്രയായി? ജനുവരി മാസം, ഇന്ന് 14-ാം തീയതിയായി. ഏതാണ്ട് 10 മാസമായി മനീഷ് സിസോഡിയ ജയിലിലാണ്, സത്യേന്ദ്ര ജെയിൻ ജയിലിലാണ്. അപ്പോൾ അവരും പറയുന്നത്, ആം ആദ്മി പാർട്ടി പറയുന്നത് അതാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് 3 തവണ ED നോട്ടീസ് അയച്ചു, അയാൾ പോയില്ല. എന്ത് മര്യാദയാണത്? ഇവിടെ എല്ലാ നേതാക്കന്മാരും ചോദ്യം ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ. ഇയാളാരാ? ഈ രാജ്യത്തെ നിയമം ഇയാൾക്ക് ബാധകമല്ല. 3 തവണ ആദ്യം പറഞ്ഞു മധ്യപ്രദേശ് ഇലക്ഷനാണ്, പോട്ടെ. പിന്നെ പറഞ്ഞത് രാഷ്ട്രീയമാണ്, ഞാൻ പോവില്ല എന്ന്. 3-ാമത്തെ നോട്ടീസിന് ഒരു മറുപടിയില്ല, അയാൾ ആ വഴിക്ക് പോയില്ല. 4-ാമത്തെ നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ജയിലിൽ നിന്ന് ഭരിക്കണോ അതല്ല രാജിവെക്കണോ എന്ന് ഞാൻ നിയമജ്ഞരമായി സംസാരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു നോട്ടീസിനോട് പ്രതികരിക്കേണ്ടത്? നിയമപരമായ നടപടിയെ നിയമപരമായി നേരിടുക. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ മമതാ ബാനർജിയുടെ മന്ത്രിയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കുന്നോളം കൂട്ടിയിട്ട 2500 നോട്ട് നമ്മൾ TV കണ്ടതല്ലേ? അപ്പോൾ ഇവരൊക്കെ പറയുന്നത് രാഷ്ട്രീയമാണെന്ന്. BJP ഭരിക്കാത്ത ഒറീസയിൽ ED നടപടിയുണ്ടോ? BJP ഭരിക്കാത്ത ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കെതിരെ ED നടപടിയുണ്ടോ? ഇല്ലല്ലോ. ഇനി പോട്ടെ, BRSനെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ BJP എല്ലാ എതിരാളികളെയും, എല്ലാ BJP ഏതര പാർട്ടിക്കാരെ പിന്നാലെ പോകുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം DMKക്കെതിരെയുണ്ട്, കോൺഗ്രസിനെതിരെയുണ്ട്, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ഉണ്ട്. അവരൊക്കെ കൃത്യമായി കോടതിയിൽ അത് തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അന്വേഷണ ഏജൻസി നോക്കൂ, ഈ PMLA ആക്ട് 2002-2003 പാസ്സാക്കിയതാണ്. അതിനുശേഷമാണ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പൈസ അത് കള്ളപ്പണമാക്കി അത് വെളുപ്പിച്ച് വെക്കുന്നത് പിടിക്കാൻ ഒരു പുതിയ സംവിധാനം വന്നത്. അത് കഴിഞ്ഞ് 20 കൊല്ലമായിട്ടുണ്ടായതാണ് PMLA ആക്ട്. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങളാണിത്. ഇത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ BJP ഏതര സർക്കാരുകൾ 3-4 എണ്ണം ഉണ്ട്. ED ആ വഴിക്ക് പോയിട്ടില്ല. കാരണം നവീൻ പട്നായിക്കിനെ പോലത്തെ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല. കാരണം കറകളഞ്ഞ വ്യക്തിത്വമാണ്. BJP-കാരനൊന്നുമല്ല അദ്ദേഹം, സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രി. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ രാഷ്ട്രീയത്തിൽ അഴിമതി വരുമ്പോൾ അവരെ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. ഈ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഉണ്ടായ സമയത്ത് ഇതിനേക്കാൾ വലിയ തോതിലുള്ള സമ്മർദ്ദം ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് CPM-ന് വലിയ ആത്മവിശ്വാസമാണ്. നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ആയുധങ്ങളെ തന്നെ ഉപയോഗിച്ച് ഇതേ സമ്മർദ്ദം തന്നെ ഉണ്ടാക്കിയാലും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് വിലപ്പോകില്ല എന്നുള്ളതാണല്ലോ. പിന്നെ ED മുൻപ് അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും കേസിനും ഒക്കെ വിളിപ്പിച്ച ആളുകൾ പലരും അതേ ലാവണത്തിലേക്ക് കൂട്ടുചേർന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ കവചിതരായി പോയിട്ടുണ്ട്. അതും ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. അല്ല, ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിയമപരമായി തെറ്റ് ചെയ്യാത്തവർക്ക് എന്ത് ഭയപ്പെടാൻ? ഒന്നും ഭയപ്പെടാനില്ല. ഞങ്ങൾ
ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസോ അല്ലെങ്കിൽ ഡോളർ കള്ളക്കടത്ത് കേസോ ആയി ബന്ധപ്പെട്ട് അന്യായമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആലോചിക്കണം. ഞങ്ങൾ അന്യായമായ ഒരാൾക്കെതിരെ പോലും ഒരു നടപടി എടുത്തിട്ടില്ല. സത്യസന്ധമായ അന്വേഷണമേ നടക്കുള്ളൂ. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ആരെയും കള്ളക്കേസിൽ കൊടുക്കില്ല. ആ പരിപാടി നരേന്ദ്രമോദി സർക്കാരിനില്ല. അത് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുക. ഓക്കെ, ശരി. ശ്രീ എസ് കെ സജീഷ്, ഇന്നിപ്പോൾ ഈ അന്വേഷണ തീരുമാനം പുറത്തു വരുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് KSIDC ഈ ഇവിടുത്തെ കൊച്ചിയിലെ ROC നൽകിയിരിക്കുന്ന നോട്ടീസിന് മറുപടി നൽകിയിട്ടേ ഇല്ല എന്നാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോയത്? KSIDC ഈ പറഞ്ഞ ജനുവരി 3-ാം തീയതി KSIDC മറുപടി കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും കൃത്യമായ മറുപടി. അതായത് ഈ ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നത് കള്ളമാണ് കൊടുത്തിട്ടുണ്ട് എന്നതാണ് മറുപടി. ജനുവരി 3-ാം തീയതി KSIDC മറുപടി കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. സർക്കാർ ഇത് ഔദ്യോഗികമായി പറയുന്ന വിവരമാണോ? ഞാൻ പറഞ്ഞില്ലേ, KSIDC ജനുവരി 3-ാം തീയതി മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ താങ്കൾ അന്വേഷിച്ചോ? ഇവിടെ അതിൽ തർക്കിച്ചു പോയി ഇനി എൻ്റെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. താങ്കളുടെ ചോദ്യത്തിന് പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അതായത് ഇവിടെ BJPയുടെ പ്രതിനിധി കുറേയേറെ കാര്യങ്ങളങ്ങ് പറഞ്ഞു വെച്ചു പോവുകയാണ്. എന്തു മനോഹരമായ അന്വേഷണ ഏജൻസികളാണ് രാജ്യത്തുള്ളത്. CBI, NIA, ED, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരായി ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. മമതയ്ക്കെതിരെ അപ്പുറത്ത് ഇപ്പുറത്ത് അന്വേഷണം നടത്തി മമതയുടെ MP-മാരായിട്ടുള്ള ആളുകൾ, അന്വേഷിച്ച ആളുകൾ ഇപ്പോൾ എവിടെയാണ്? അന്വേഷിച്ച ആളുകളെല്ലാം ED അന്വേഷിച്ചവരൊക്കെ ഇപ്പോൾ BJP-യാണ്. അതിനുശേഷം അന്വേഷണമില്ല. ഇതൊക്കെ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ബംഗാളിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ മറ്റിതര സംസ്ഥാനങ്ങളിലെല്ലാം ED അന്വേഷിക്കുന്നവർ ഒന്നുകിൽ നിങ്ങളുടെ എതിരാളികൾ അവരെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ BJPയുടെ പാളയത്തിലെത്തിക്കുന്നു. BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഈ പറയുന്ന ED എന്ന് പറയുന്ന സംവിധാനം എന്ന് ആർക്കാണ് ഈ രാജ്യത്ത് അറിയാത്തത് എന്നുള്ളത് ഒരു കാര്യം. രണ്ട് പിന്നെ ഈ ഓർഡറിന്റെ ഡേറ്റ് 12/1/2024 3-ാം തീയതി അങ്ങ്, അതായത് ഈ ഉത്തരവിറങ്ങുന്നതിന് 9 ദിവസം മുൻപ് കൊടുത്തിട്ടുണ്ട് KSIDC വിശദീകരണം എന്നാണ് അങ്ങയുടെ വാദം. എനിക്കത് ക്ലാരിറ്റി വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ശ്രീ VP ശ്രീപത്മനാഭൻ, എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്ന ഒരു ഓർഡറിൽ ഇങ്ങനെ കള്ളം എഴുതി വെക്കാൻ കഴിയുന്നത്? അല്ല, എനിക്ക് കമ്പനി ലോ ബോർഡിന് വേണ്ടി എനിക്ക് സംസാരിക്കാൻ ഒന്നാമത്തത് അധികാരമില്ല. രണ്ട്, എനിക്ക് അതിൻ്റെ ഉള്ളുകള്ളികൾ അറിയില്ല. അവരെ റിട്ടേൺ ഓർഡറാണ് പബ്ലിക് ഡൊമൈനിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഷക്കീലിൻ്റെ സീലും ഒപ്പോടുകൂടി ഇറങ്ങിയതാണ്. അതിൽ തെറ്റായ വിവരങ്ങളുണ്ടെങ്കിൽ അത് ഈ വരാൻ പോകുന്ന അന്വേഷണത്തിനുണ്ടല്ലോ, 3-ആളെ അന്വേഷണത്തിൽ KSIDCക്ക് അത് കാണിച്ചു കൊടുക്കാമല്ലോ. ഈ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള അവസരം കിട്ടുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവസരം കിട്ടാൻ പോവുകയാണ്. സ്വാഭാവിക നീതിക്കുള്ള അവസരം കിട്ടാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ അറിവ് വെച്ചുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ ഈ തരത്തിലാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ കുറേയേറെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ, ഒരു കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കുറേ കള്ളപ്പണം ഉണ്ടെന്ന് കരുതുക. ഞാൻ അക്കൗണ്ടിലൂടെ മാധുവിന് നൽകുകയാണ്. അക്കൗണ്ടിലൂടെ മാധുവിന് നൽകിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ മാധുവിന് നൽകിയ ആ പണത്തിൻ്റെ സോഴ്സ് ഞാൻ കാണിക്കണം. അതോടുകൂടി എന്തായി? ഈ പറഞ്ഞ കള്ളപ്പണം എന്ന് പറയുന്നത് കള്ളപ്പണം ആയി സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ടാക്സ് കൊടുക്കാത്ത പണത്തിനാണ് കള്ളപ്പണം എന്ന് പറയുക. ഇവിടെ MS ഓഫീസ്, ടാലി എന്നെല്ലാം പറഞ്ഞ് പ്രയോഗിക്കുകയാണ്. അതായത് ആളുകളെ, ഈ ചർച്ച കാണുന്ന ആളുകളെ ഒന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. പഴയ കാലത്തുള്ള 2 സോഫ്റ്റ്വെയറിൻ്റെ പേര് പറഞ്ഞിട്ട് ആളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഫോണിനകത്ത് പോലും ഇപ്പോൾ എത്ര സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടല്ലേ പല കമ്പനികളും അവർക്ക് ആവശ്യമായ പലതായ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാകും. ആ സോഫ്റ്റ്വെയറിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ആ സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് സേവനങ്ങളും എല്ലാമാണ് ഒരു കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിനാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? തുകയും നൽകിയിട്ടുള്ളത്.
ചോദ്യങ്ങൾ tax- വരുന്നത്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. ഈ ഒരൊറ്റ കാര്യത്തിൽ നാളെ തന്നെ സമയമില്ല, നാളെ തന്നെ ക്ലാരിറ്റി വരുത്തി പോകേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിശദീകരണം അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് KSRTC അതിന് മറുപടി നൽകിയിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട് എന്നത് വ്യക്തവുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.